നമ്മളിന്ന് ഒമാന്റെ മസ്കറ്റിലുള്ള ഓഷർ ബ്ലഡ് ബാങ്കിൽ ഒത്തുചേർന്നിരിക്കുന്നത് ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത്തെ രക്തദാന ക്യാമ്പിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് ലുലു എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ സാഗർ പോളിക്ലിനിക്ക്, മസൂൺ ഡയറി, ടീ ടൈം നമുക്ക് കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നവർ. അവരുടെ എല്ലാം നമ്മുടെ OMDയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് രക്തദാനത്തിന് വന്ന 60ഓളം മെമ്പേഴ്സ് രക്തദാനത്തിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, നമ്മളെ കേരളത്തിനകത്തും പുറത്തുനിന്ന് പോലുള്ള ആൾക്കാർ ഇന്ന് രക്തദാനം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവരോടെല്ലാം നമ്മളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഓരോ 3 മാസം കൂടുമ്പോഴും OMDയുടെ പേരിൽ രക്തദാന ക്യാമ്പ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻഡോമി എന്ന് പറയുന്ന നൂഡിൽസ് കമ്പനിയുടെ സപ്പോർട്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറെ നേരത്തെ ബാലൻ പറഞ്ഞ പോലെ സാഗർ പോളിക്ലിനിക്കാണെങ്കിലും ലുലു ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടീ ടൈം, അതേപോലെ ഇൻഡോമി, പിന്നെ നമ്മൾ മസൂൺ ഡയറി, നമ്മളെ എല്ലാ പരിപാടിക്കും ഫുൾ സപ്പോർട്ട് തരുന്ന മെയിൻ എന്താ പറയുക സ്പോൺസർ മസൂൺ ഡയറി. പിന്നെ നമ്മളെ OMDA ഗ്രൂപ്പ് അംഗങ്ങൾക്ക് നമ്മുടെ ലുലു എക്സ്ചേഞ്ച് ഒരു ഓഫർ തരുന്നുണ്ട്. ഇന്ത്യയിലോട്ട് പൈസ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമാനിൽ നിന്ന് നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയക്കുകയാണെന്നുണ്ടെങ്കിൽ $1 സെൻഡിങ് ചാർജ് എന്നുള്ള ഒരു ഓഫർ നമ്മൾ OMDA ഗ്രൂപ്പ് അംഗങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും രജിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് നമ്മളത് ക്ലിയർ ആക്കി തരും. പിന്നെ ഇവിടെ നിന്ന് വന്ന ബ്ലഡ് ഡൊണേഷൻ വന്ന കുറേ പേര് ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ നമ്മൾ ആരംഭിച്ച ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ, ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഇഫ്താർ മീറ്റ് വളരെ ഗംഭീരമായിട്ട് വളരെ ഭംഗിയായിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തൊരു വാക്കുകളില്ലാത്ത രൂപത്തിലുള്ള പ്രവൃത്തിയാണ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞു ഇതിപ്പോൾ 2ാമത്തെ ബ്ലഡ് ഡൊണേഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇനി നമ്മൾ മുന്നോട്ടുള്ള ഓരോ പരിപാടികളും നമ്മൾ അടുത്ത ഒരു 6 മാസത്തേക്കുള്ള പ്രത്യേക പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും നിങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങൾ OMDയുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഓണപ്പരിപാടിയാണ്. ഓണപ്പരിപാടിയിൽ നമ്മുടെ എല്ലാ ടീമും വന്നു, പ്രത്യേകിച്ച് മലപ്പുറം ടീം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവണം. നമുക്കൊരു ആഘോഷമാക്കി മാറ്റണം. പിന്നെ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസിന് വരുന്നുണ്ട്, അതെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ രക്തദാന ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് നടന്നു. ഏതാണ്ട് 60ഓളം ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 50-ലേറെ ഡൊണേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് വന്ന എല്ലാവരോടും നമ്മളെ OMDയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഈ ബ്ലഡ് ബാങ്ക് OMDയുടെ പേരിൽ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് എല്ലാവരും വരില്ല. ഈ ഒരു പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും മറ്റൊരു പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നമ്മൾ മറ്റൊരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ലഹരി മുക്ത യുവതയെ വാർത്തെടുക്കുക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്മളുടെ ജോലി തിരക്ക്, അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ ഏറി നിൽക്കുന്ന ഈ തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്നുള്ള നിലയിൽ നമ്മൾ ഒരു കൂടി ഇരുത്തം നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെല്ലാവരും അറിയിക്കുന്നതാണ്. നമുക്കൊരു വെള്ളിയാഴ്ച ഒരു 2 മണിക്കൂർ ഏതെങ്കിലും ഗാർഡനിൽ ഒത്തുകൂടി നമ്മളുടെ മനസ്സൊന്ന് തുറക്കുക. കാരണം പണ്ടൊക്കെ നമ്മൾ ആൽമരച്ചൊട്ടിലൊക്കെ ഇരുന്ന് സംസാരിച്ചിരുന്നു, ഒരുപാട് ടെൻഷനുകൾ മാറ്റാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഈ ജോലി തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു പ്രവാസ ലോകത്ത് ഒരുപാട് യുവാക്കൾ തന്നെ പലപ്പോഴും മൊബൈലിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. അവർക്ക് മറ്റൊരു വിനോദങ്ങളില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പരമാവധി അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ചോദിച്ച് മനസ്സിലാക്കി, അവർക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, മറ്റുള്ള സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും, കമ്പനിയിലെ സാലറി പ്രശ്നങ്ങളുണ്ടാവും. ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. ഒരാൾ അന്യരല്ല, നമ്മളെല്ലാം ഒരു കുടുംബമാണെന്നുള്ള നിലയിൽ നമ്മൾ ഈ ഒരു
വെള്ളിയാഴ്ച നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് എല്ലാവരെയും അറിയിക്കും. അതനുസരിച്ച് എല്ലാവരും പങ്കെടുക്കുക. നമുക്ക് ഒന്ന് മനസ്സ് തുറക്കുക, മനസ്സ് ഫ്രീ ആക്കുക. ഒരുപാട് ഡിപ്രഷനൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ അത് വളരെ അധികം സഹായിക്കുന്നതാണ്. ഒന്നിച്ചിരിക്കാം 1000 കഥ പറയാം. ഒന്നിച്ചിരിക്കാം 1000 കഥ പറയാം എന്നാണ് നമ്മൾ അതിനിട്ടുള്ള ഒരു ഇത്. അപ്പൊ അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യും. ഇരുന്ന് സംസാരിക്കുക, പാട്ട് പാടുന്ന ഒരു പാട്ട് പാടുക. ഇങ്ങനെ നമ്മളുടെ ആ ഒരു പ്രവാസത്തെ നമ്മൾ എന്ത് ചെയ്യുക, പ്രയാസമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നോക്കണം എന്നുള്ളതാണ് പ്ലാൻ.